ആദ്യം നമുക്ക് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടുത്തെ ഹെയർസിനെ ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ, ഈ ബ്ലേഡിൻ്റെ ഈ കോർണർ പോർഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ് അല്ലേ? അപ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് പാർലറോ അല്ലെങ്കിൽ സലോണോ ഒന്നുമില്ല. എല്ലാവരുടെയും പുരികം നന്നായിട്ട് വളർന്നൊക്കെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയി ത്രെഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ത്രെഡ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ സെൽഫായിട്ട് ത്രെഡ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് കഴിയും. സെൽഫായിട്ട് ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ത്രെഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒട്ടും തന്നെ വേദനിക്കാതെ നമുക്ക് എങ്ങനെയാണ് പിന്നെ ത്രെഡ് ചെയ്യാനായിട്ട് കഴിയുന്നത്, നമ്മുടെ ഐബ്രോസ് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനിവിടെ ത്രെഡ് ചെയ്യാൻ പോകുന്നത് ബ്ലേഡ് ഉപയോഗിച്ചാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ എങ്ങനെയാണ് ഒരു ബ്ലേഡ് പിടിക്കുന്നതെന്ന് അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് മീൻസ് ഞാനൊരു പെൻസിൽ കൊണ്ടാണ് ഇവിടെ ഷേപ്പ് വരയ്ക്കുന്നത്. കണ്ണ് എഴുതാൻ അറിയാവുന്ന എല്ലാവർക്കും നമ്മുടെ ഐബ്രോസും ഷേപ്പ് വരയ്ക്കാനായിട്ട് എന്തായാലും അറിയാമായിരിക്കുമല്ലോ. ഞാൻ ഓൾറെഡി ത്രെഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ത്രെഡ് ചെയ്യുന്നത് ത്രെഡ് ഉപയോഗിച്ച് തന്നെയാണ്. കുറച്ച് തിക്കായിട്ട് ഞാൻ നന്നായിട്ട് ഒരു മാസത്തോളം ത്രെഡ് ചെയ്യാത്ത കണ്ടീഷനിൽ നന്നായിട്ട് ഹെയർസൊക്കെ വളർന്നു വന്നു. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ഇരിക്കുന്നത്. അപ്പോൾ തിക്കായിട്ട് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുളമാവോ അങ്ങനെയുള്ള പേടിയുള്ളവർ ഒരുപാടങ്ങ് എടുക്കണ്ട. പക്ഷേ ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ മാത്രം നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ലോക്ക്ഡൗൺ മാറിയിട്ട് പാർലറിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്ലേഡ് കൊണ്ട് തന്നെ എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നതും ആ ഒരു കാരണം കൊണ്ടാണ്. കാരണം ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും. മറിച്ച് നമ്മളിപ്പോൾ ത്രെഡ് വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വളർന്നു വരാൻ പിന്നെയും കുറച്ച് സമയം എടുക്കും. ഇൻ കേസ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് വരികയും ചെയ്യും. നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് നെക്സ്റ്റ് ടൈം എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ബ്ലേഡ് വെച്ചിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ പറയുന്നത്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോസ് നമുക്ക് വേണ്ട ഷേപ്പിൽ വരയ്ക്കുക എന്നുള്ളതാണ്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഐബ്രോ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കാം നമ്മൾ രണ്ടാമത്തെ ഐബ്രോയും വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രണ്ട് ഐബ്രോസും ഒരുപോലെ തന്നെ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനൊരു എളുപ്പ വഴിയുണ്ട്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. നമ്മുടെ ഈ പുരികത്തിന് 3 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ട്, നിങ്ങൾ പൊട്ട് വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ട് വയ്ക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. ഞാനിവിടെ എന്തായാലും പൊട്ട് വച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ട് ഇടുന്ന ആ ഒരു പ്ലേസിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു സ്പോട്ട് മാർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ചെറുതായിട്ട് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് 2 സൈഡിലേക്കുള്ള ലെങ്ത്ത് നിങ്ങളൊന്ന് മെഷർ ചെയ്യുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനിപ്പോൾ സ്കെയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പെൻസിൽ കൊണ്ട് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു പെൻസിലിൻ്റെ എൻഡ് ഞാൻ ആ സ്പോട്ടിൽ വെക്കുകയാണ്. അതിനുശേഷം ഇടത് സൈഡിലേക്കും വലത് സൈഡിലേക്കും ഒരേ ലെങ്ത്ത് ഇതിൽ മെഷർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ എൻ്റെ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വിരൽ വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലാണ്. അതേ ലെങ്ത്ത് തന്നെയാണോ ഇപ്പുറത്തും എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ തന്നെ വെച്ച് നോക്കിയാൽ മതിയാവും. ഞാനിപ്പോൾ വിരൽ വെച്ചിരിക്കുന്ന അത് കറക്റ്റ് എൻ്റെ ആ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു ലെങ്ത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 ഐബ്രോസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ലെങ്ത്തിൽ നിന്നുമാണ്. നമ്മുടെ സ്പോട്ട്, നമ്മൾ പൊട്ട് വയ്ക്കുന്ന ആ ഒരു സ്പോട്ടിൽ നിന്നും 2 ഐബ്രോസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്ന് തന്നെയാണ്. അത് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതിയാവും. ഇതിപ്പോൾ നിങ്ങളൊരു പെൻസിൽ വെച്ചിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ നൂല് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. 2 ഐബ്രോസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വേണമോ അത് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. അവിടെ ഒരു ചെറിയൊരു ലൈൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് 2 ഐബ്രോസും സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുള്ളത്. അപ്പോൾ ഞാൻ 2 ഐബ്രോസിൻ്റെയും ഫസ്റ്റ് ആ ഒരു ലൈനിൽ ചെറുതായിട്ടൊന്ന് ഐബ്രോ പെൻസിലും കൊണ്ട് ലൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ നമുക്ക് എടുക്കാം. അത് വച്ചിട്ട് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഏറ്റവും എൻഡ് പോർഷൻ, ഈ ഒരു കോർണർ, ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു കോർണറിലേക്ക് നമ്മുടെ പെൻസിൽ ഇങ്ങനെ വെക്കുക. കണ്ണിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്കിത് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ
ഐബ്രോസിൻ്റെ എൻഡാണ് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ഏതുവരെയാണ് ത്രെഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. എൻ്റെ ഐബ്രോസ് വന്ന് എൻഡ് ചെയ്ത് നിൽക്കേണ്ട സ്ഥലം അവിടെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. രണ്ട് സൈഡിലും ഏതുവരെയാണ് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്തു. രണ്ട് സൈഡിലും ഈക്വൽ ലെങ്ത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ട്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങും കണ്ടുപിടിച്ചു, എൻഡ് പോയിന്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കർവ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ പെൻസിൽ വെച്ചത് രണ്ട് സൈഡിലെയും ഈ ഒരു എൻഡിലാണ് അല്ലേ. അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചപ്പോഴാണ് നമുക്ക് എൻഡ് കിട്ടിയത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പോയിന്റ്, നമ്മുടെ നോസിൻ്റെ ഈ പോയിന്റ്, ഈ സെൻറ്റർ പോയിന്റ് അവിടെ നമ്മൾ വെക്കുക. അപ്പം ഞാൻ സെൻറ്റർ പോയിന്റിലാണ് ഈ ഒരു പെൻസിലിനെ മുട്ടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ വെച്ചുകൊണ്ട് പെൻസിലിനെ ഒന്ന് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. രണ്ട് ഐബ്രോസിൽ 3 പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം വരച്ച സ്റ്റാർട്ടിംഗ് പോയിന്റ്, പിന്നെ രണ്ടാമത് മാർക്ക് ചെയ്തത് എൻഡ് പോയിന്റ്, അതുപോലെ ലാസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കർവ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. അടുത്തതായിട്ട് നമുക്കിനി വേണ്ടത് ഓരോ ഫേസിനും സ്യൂട്ടാവുന്ന ഓരോ ഐബ്രോസിൻ്റെ ഷേപ്പ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ തിന്നായിട്ട് ചെയ്യേണ്ടവർക്ക് തിന്നായിട്ട് തന്നെ ചെയ്യാം. കുറച്ച് തിക്കായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പലരും ഐബ്രോസ് ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കും. കുറച്ചൊരു ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ കർവ് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നതാണ്. ഏത് ഷേപ്പാണോ നമുക്കിഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഈ 3 പോയിന്റ്സ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മുടെ കർവ് വരേണ്ട പോർഷൻ, അതുപോലെ തന്നെ എൻഡ് പോയിന്റ്. അപ്പോൾ ഈ 3 പോയിന്റ്സ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണോ ഇഷ്ടത്തിന് നമുക്ക് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് വരയ്ക്കാം, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ വരയ്ക്കാം. ഞാനിപ്പോൾ ഓൾറെഡി റൗണ്ട് ആയിട്ടുള്ള ഒരു ഐബ്രോസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഐബ്രോസ് ഷേപ്പ് ചെയ്തിരിക്കുന്നതും റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ ഞാനിവിടെ 2 ഷേപ്പും നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ 2 ഷേപ്പും വരച്ചിട്ടുണ്ട്. എൻ്റെ റൈറ്റ് ഐബ്രോയിൽ ഞാൻ വരച്ചിരിക്കുന്നത് റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ ലെഫ്റ്റ് ഐബ്രോ വരച്ചിരിക്കുന്നത് സ്ക്വയർ ഷേപ്പുമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മുടെ കർവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ബ്ലേഡ് എടുക്കുക. ബ്ലേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂസ് ചെയ്ത ബ്ലേഡ് എടുക്കാനേ പാടില്ല. ഒരു പുതിയ ബ്ലേഡ് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകുതിയാക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 വിരലുകളിൽ കൊണ്ട് ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതിയാകും. അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ മുകൾ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന അതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബ്ലേഡിനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ മുകളിലത്തെ പോർഷൻ എടുക്കുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ ബ്ലേഡിനെ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതിയാവും.
ഇനി നമുക്ക് താഴെയുള്ള പോർഷൻ എടുക്കാം. അതും നമ്മൾ ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ലെഫ്റ്റ് ഐബ്രോയും അതുപോലെ തന്നെ റൈറ്റ് ഐബ്രോയും എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മുടെ ഹെയർസ് വളർന്നു നിൽക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഈ ഒരു റൈറ്റ് ഐബ്രോ ആണെന്നുണ്ടെങ്കിൽ ഹെയർസ് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും വളർന്നു നിൽക്കുന്നത്, അതായത് റൈറ്റിലേക്കായിരിക്കും വളർന്നിട്ടുണ്ടായിരിക്കുക. അതുപോലെ ലെഫ്റ്റ് ഐബ്രോസിൽ ലെഫ്റ്റിലേക്കായിരിക്കും വളർന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഐബ്രോയുടെ താഴത്തെ പോർഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായത് എൻഡ് പോർഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അവിടെയും നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് തന്നെയാണ് എടുക്കേണ്ടത്. കണ്ണൊന്നും മുറിഞ്ഞു പോകുന്ന ആരും പേടിക്കേണ്ട. കണ്ണ് തുറന്നു വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ജസ്റ്റ് നമ്മൾ അകത്തേക്ക് വരുംതോറും, അതായത് ഈ ഒരു പോർഷനിലേക്ക് വരുംതോറും ജസ്റ്റ് ഈ ഫിംഗേഴ്സ് കൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. കഴിഞ്ഞു. വളരെ സിമ്പിളാണ് നമ്മുടെ ഐബ്രോസ് ബ്ലേഡ് ഉപയോഗിച്ച് ത്രെഡ് ചെയ്യാൻ. ലെഫ്റ്റ് ഐബ്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല, കാരണം ഈ ഐബ്രോസിൻ്റെ ഹെയർസ് അങ്ങോട്ടേക്കാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേ കൈ കൊണ്ട് തന്നെ ചെയ്യുക. അതിന് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യണം എന്ന് ആവശ്യമില്ല. ഇനി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പത്തിന് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ലെഫ്റ്റ് ഹാൻഡ് അത്ര വഴങ്ങണം എന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ടേക്ക്, അതായത് റൈറ്റിലേക്ക് എടുത്ത് കൊണ്ടുവരിക. ആദ്യം നമുക്ക് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടുത്തെ ഹെയർസിനെ ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ, ഈ ബ്ലേഡിൻ്റെ ഈ കോർണർ പോർഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ താഴെയും മുകളിലും എങ്ങനെയാണ് ബ്ലേഡ് വെച്ചിട്ട് ത്രെഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തായിട്ട് എനിക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ വെച്ച് ഈ പോർഷൻ നമ്മൾ ലൈൻ ചെയ്ത അത്രയും പോർഷനിൽ വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാം. ചീകിയതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനിന് മുകളിലേക്ക് നിൽക്കുന്ന എല്ലാ ഹെയർസും ചെറിയ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.